ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ സുഖമാണ് കേട്ടോ. നല്ല ലേറ്റായിട്ടാണ് എഴുന്നേറ്റത്. കാരണം പള്ളിയിലെ പ്രാർത്ഥനയും കാര്യങ്ങളും ക്രിസ്മസ് അല്ലേ, അതിൻ്റെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വന്നപ്പോൾ നല്ല ലേറ്റായി. പിന്നെ ഇതാ വന്ന് കിടന്നു, ഉറങ്ങി എഴുന്നേറ്റു. ഫുഡ് പോലും ഇപ്പോൾ കഴിച്ചിട്ടില്ല. 9 മണി കഴിഞ്ഞു കേട്ടോ. അത്രയ്ക്ക് ക്ഷീണം, നല്ല ഉറക്ക ക്ഷീണമുണ്ട്. എന്തോ ലേറ്റായിട്ട് എണീറ്റു എന്നിട്ട് പോലും നല്ല ഉറക്ക ക്ഷീണവും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ക്രിസ്മസിൻ്റെ ആഘോഷ തിരക്കിലാണെന്ന് അറിയാം. അപ്പോൾ ഞങ്ങളും ഇവിടെ ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. ഇന്ന് നമ്മുടെ കുടുംബശ്രീയിലും ഇന്ന് ക്രിസ്മസ് ആഘോഷമുണ്ട്. ചേട്ടൻ ഇപ്പോൾ ചായയൊക്കെ കുടിച്ചിട്ട് ചിക്കനൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോയി കേട്ടോ. ചേട്ടൻ ഇപ്പോൾ വരും. വന്നു കഴിഞ്ഞ ഉടൻ തന്നെ ഇന്ന് ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. മുമ്പ് ഇത് സ്നേഹം ഉണ്ടാക്കുന്ന നമ്മൾ തനിമയ്ക്ക് വേണ്ടിയിട്ട് സ്നേഹം ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട് എന്നല്ലാതെ ഞാനായിട്ട് സ്വന്തമായിട്ട് ഇതുവരയ്ക്കും ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നില്ല. വെച്ചു ഒരിക്കൽ അമ്മ ഇവിടെ സഹായിച്ചു, ചേട്ടൻ്റെ അമ്മ ഇവിടെ സഹായിച്ചിട്ട് ഒരു തവണ വെച്ചു. അതൊരാളുടെ സഹായം ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്ക് വെക്കുവാണ്. എങ്ങനെയാവും എന്നുള്ള കാര്യം എനിക്കറിഞ്ഞൂടാ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ എന്ത് ചെയ്താലും ട്രൈ ചെയ്ത് നോക്കണമല്ലോ. നമുക്കറിയില്ല എന്നും പറഞ്ഞ് നിൽക്കുന്നതിനേക്കാളും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. അപ്പോൾ അതാ ഞാൻ ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ് കേട്ടോ. ഇത് ഈ ഒരു നൈറ്റി പുതിയതാണ് കേട്ടോ. എല്ലാ വർഷവും അമ്മ എനിക്ക് പുതിയ ഡ്രസ്സൊക്കെ എടുത്ത് തരാറുണ്ട്. അപ്പോൾ അതുപോലെ എനിക്ക് ക്രിസ്മസും ബർത്ത്ഡേ ഒക്കെ ആയിട്ട് എനിക്ക് എടുത്തു തന്നു. ഒരു 2 നൈറ്റി എടുത്തു തന്നു, പിന്നെ ഒരു ചുരിദാർ എടുത്ത് തന്നു. ചുരിദാറൊക്കെ വീട്ടിൽ ഇരിപ്പുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ 8-ാം തീയതി എൻ്റെ ഒരു അനിയത്തിയുടെ കല്യാണം ഉണ്ട്, അതിന് വേണ്ടിയിട്ട് പോകണം. അപ്പോഴിടാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ തന്നെ വെച്ചു. നൈറ്റ് ഞാൻ എടുത്തുകൊണ്ട് വന്നു. ഇപ്പം ന്യൂ ഇയറിന് വേറെ വാങ്ങിക്കണ്ടല്ലോ. ഇത് ഞാനൊരു ഡ്രസ്സ് എടുത്തു, എബിക്കും ഡ്രസ്സൊക്കെ എടുത്തു, വീട്ടിടാൻ വേണ്ടിയിട്ട് എബിക്കും ചേട്ടനൊക്കെ ഡ്രസ്സൊക്കെ എടുത്തു. അപ്പം ഞങ്ങളുടെ ക്രിസ്മസ് ആഘോഷവും എല്ലാം ഇന്ന് തുടങ്ങുവാണ് കേട്ടോ. ഇന്നത്തെ ആഘോഷം മാത്രം, എല്ലാ ദിവസവും ആഘോഷമൊക്കെ ഉണ്ടായിരുന്നു. ഇന്നത്തെ ഈ ഒരു ആഘോഷം ഇന്ന് തന്നെ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും ക്രിസ്മസ് ദിനം ആശംസകൾ. ബൈ.